Welcome to another episode of Night Out Talkies. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ദാറ്റ് ഡെവിൽ ബോയ് എന്നുള്ള ഹാൻഡിലിൽ അറിയപ്പെട്ട് നിതിൻ കണ്ണനാണ്. നിതിൻ ഒരു പൂജാരിയാണ്. പോറ്റിയാ ഓക്കെ, അപ്പം വെൽക്കം ടു നൈറ്റ് ഔട്ട് ടോക്കീസ്. നിതിൻ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സെൽഫ്? പൂജാരിയാണ്, അതുപോലെ ഒരു അച്ഛനാണ്, ഒരു കുഞ്ഞിൻ്റെ അച്ഛനാണ്. ഞാൻ പൂജാരി തന്നെയാണ്. ഫീൽഡ് കണ്ടന്റ് ക്രിയേഷനിലേക്ക് എങ്ങനെയാണ് വന്നത്? സോഷ്യൽ മീഡിയ ആദ്യമായിട്ട് ടിക്ടോക്ക് തുടങ്ങി ഇപ്പോഴല്ല, അത് ഏകദേശം ഒരുപാട് അത്യാവശ്യം ഇതേപോലെ തന്നെ അത്യാവശ്യം ഫാൻസും ഒരു കുഴപ്പമില്ലാതെ ഇത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഒട്ടനെ അങ്ങ് നിർത്തിയത്, ബാൻ ചെയ്തത്. ഏകദേശം ഒരു 100K ഫോളോവേഴ്സും അതിന് പുറത്ത് വിളിച്ചുകൊണ്ടായിരുന്നു. നിർത്തിയപ്പോൾ അങ്ങനെ സങ്കടമായിരുന്നു. പിന്നെ കുറേ ആളെപ്പോൾ ഇൻസ്റ്റാഗ്രാമിലോട്ട് പിന്നെ വീഡിയോ ചെയ്ത് തുടങ്ങി. കുറച്ച് റീൽസിൻ്റെ സമയം വന്നപ്പം ഇതിന് മുന്നൊരു അക്കൗണ്ട് ഉണ്ട്, ഇപ്പോൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് അല്ല, ഇതിന് മുന്നൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. 50K ഫോളോവേഴ്സ് അതിലുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ഗ്യാപ്പിൽ നിർത്തി വെക്കേണ്ടി വന്നപ്പോൾ അത് പോയി. പിന്നെ ഇതിപ്പോൾ തുടങ്ങിയിട്ടൊരു 3 മാസം ആവുള്ളൂ. 3 മാസത്തെ ഗ്രോത്താണ്. ഈ ഇൻസ്റ്റാഗ്രാം 43 ഉണ്ട്, യൂട്യൂബിൽ 33,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അങ്ങനെ പോകുന്നു. എങ്ങനെയാണ് അറിയുന്നത്? അതൊരു പേരായിട്ടിട്ടെന്നേ ഉള്ളൂ, അല്ലെ ഞാൻ അങ്ങനെ എന്താണെന്ന് അറിയാൻ പാടില്ല. അന്നൊരു മൈൻഡിൽ വന്നൊരു പേരാണ്. ടോക്കിൽ വന്നപ്പോൾ അങ്ങനെ ഇട്ടൊരു പേരാണല്ലോ, അത് ആ പേരെന്നെ കണ്ടിന്യൂ ചെയ്തങ്ങ് പോയി. എന്തുകൊണ്ട് ഇട്ട് എന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ചൊരു കാരണമില്ല. അന്നേ ഇങ്ങനെ ഒരു പേരിട്ട്. ഇൻസ്റ്റാഗ്രാമില് 3 മാസമായെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആദ്യമൊക്കെ ഇതേപോലെ തന്നെ? ആദ്യം ഞാൻ വൈഫും കൂടി ചെറിയ റീൽസ് ചെയ്യുമായിരുന്നു. അത്ര ഫോളോവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു, 1500 ഫോളോവേഴ്സ് അങ്ങനെ ഉള്ളായിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് ഞാൻ ഒരു വ്ളോഗായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങി. എന്ന് വെച്ചാൽ ഈ മേഖലയിൽ നിന്നുകൊണ്ട് ഒരുപാട് പേര് ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ കണ്ടത് എന്താണെന്ന് ആൾക്കാർക്ക്, ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒരുപാട് സംശയങ്ങളുള്ള ആൾക്കാരുണ്ട്. ഇതെന്താണ് സംഭവം, ഇതെന്തൊക്കെയായിരിക്കും ഇവിടെ നടക്കുന്നത്, അതറിയാൻ ആൾക്കാർക്ക് ഒരുപാട് ത്വരയായി. അത് കാരണമാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അതില് നല്ല വശമുണ്ട്, മോശം വശമുണ്ട്. എന്നെ എതിർക്കുന്നവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്, നെഗറ്റീവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഇടയ്ക്ക് ഒരു നല്ലൊരു എയർ കയറി നിറയെ നിൽക്കുകയാണ്. ഡെയിലി വ്ളോഗ്സ് ആയിട്ട് ഇടുന്ന പൂജാരി എന്നുള്ള രീതിയിൽ ഡെയിലി വ്ളോഗ്സ് ആയിട്ട് ഇടാൻ തുടങ്ങിയ ഐഡിയ എങ്ങനെയാണ് വന്നത്? ഈ ജോത്സ്യർ കുറെ ജോത്സ്യന്മാർ ഇങ്ങനെ ഇത് കിടപ്പുണ്ട്. നമ്മളെ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഓരോന്ന് പറയുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടൊരു പൂജാരിക്കായിക്കൂടാ? ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്, എനിക്കും ആഗ്രഹം, പണ്ടുകൊണ്ട് ആഗ്രഹമുണ്ട് ചെയ്യണം. പക്ഷേ എങ്ങനെയായിരിക്കും ആൾക്കാർ എടുക്കുന്നതെന്ന് പിടുത്തമില്ല. പിന്നെ എന്തോ വരട്ടെ, ദൈവത്തിൻ്റെ ഇത് വെച്ച് നോക്കി, ട്രൈ ചെയ്ത് നോക്കി, ജസ്റ്റ് ഒരു ഇടിയിട്ട് നോക്കി, അത് കുഴപ്പമില്ലാത്ത രീതിയിൽ കയറി വന്നു. എത്ര വർഷമായി പൂജാരിയായിട്ട്? ഏകദേശം ഇപ്പോൾ ഒരു 17 വർഷം ആവാറായി. 17 വർഷം ആവാറായി. എത്ര വയസ്സോട്ട് കുഞ്ഞിലേ ഇറങ്ങിയതാ. വീട്ടിൽ നിന്ന് പാരമ്പര്യമായിട്ട്? അല്ലല്ലോ, ഒരിക്കലും. ഞാൻ വീടിനടുത്തൊരു അമ്പലത്തിൽ സഹായത്തിനും പൂജ പണ്ട് തൊട്ട് വീട്ടിൽ വിളക്ക് കത്തിച്ച് ആ ഒരു ആരാധന കൊണ്ടുപോയ ഒരാളാണ്. അപ്പം അമ്പലങ്ങളിൽ സഹായിക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പം അവിടെ നിന്നൊരു ശാന്തിക്കാരൻ ചോദിച്ചു, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്, പഠിക്കാൻ വരുന്നുണ്ടാന്ന് ചോദിച്ചു, ഇങ്ങനെ ഈ ഫീൽഡിലോട്ട്. അപ്പം ഞാൻ വീട്ടിൽ ചോദിച്ചു, അവർക്ക് പറഞ്ഞു നിനക്ക് കുഴപ്പമില്ല പൊക്കോളാൻ പറഞ്ഞു. പണ്ടോട്ടെ ഈ മാംസാഹാരങ്ങളൊന്നും താല്പര്യമില്ല, വെജ് തന്നെയാണ്. അപ്പം പോകാൻ പറഞ്ഞു. അങ്ങനെ ഇറങ്ങി ഇവിടെ വന്നിരിക്കുന്നു. അപ്പം വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് അമ്പലമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത, അപ്പം സ്വന്തമായിട്ട് ആ ഒരു ആരാധന കാരണം കയറി. ആദ്യമായിട്ട് അമ്പലത്തില് എപ്പോഴാണ് പൂജയ്ക്ക് കയറിയത്? അതും ഇവിടെ തന്നെ അടുത്ത് തന്നെയാണ് കയറിയത്. ഓർമ്മ ശരിയാണെങ്കിൽ 7-ലോ 6-ലോ പഠിച്ചപ്പോഴാണ് തോന്നുന്നു, 6-ലോ പഠിച്ചപ്പോൾ ഇറങ്ങിയത്. ഒരുപാട് വർഷമായി. അവിടെ തുടങ്ങി ഒരുപാട് വലിയ അമ്പലങ്ങൾ കയറാൻ പറ്റി, തൊഴാനും പറ്റി. അതുപോലെ വിചാരിക്കാത്ത അമ്പലങ്ങളിൽ പൂജിക്കാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് അവസരങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ പോറ്റി എന്ന് പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങൾക്ക് മറ്റേ മേൽശാന്തി കീഴ്ശാന്തി അങ്ങനെ മേൽശാന്തിയാണ്. ഇത് ഇനി മേളോട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇനി മേളോട്ടുണ്ട്. തന്ത്രസ്ഥാനമുണ്ട്. അത് എല്ലാം ഇതിനൊക്കെ വലിയ വലിയ പൂജകൾ ചെയ്യുന്ന ആൾക്കാരാണ്, ആളൊരു പദവിയാണ്. അതൊന്നും അവർ ആയിട്ടില്ല. പ്രായം കൊണ്ടും കർമ്മബലവും കൊണ്ടും ഒരുപാട് ഇനിയുണ്ട്. എക്സാം അങ്ങനെ എന്തെങ്കിലും പരിപാടിയാണോ? ഇത് ഇപ്പൊ ഗവൺമെന്റ് തരത്തിൽ എടുക്കുന്നവരുണ്ട്, ദേവസ്വം ബോർഡ് അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാതെ പോകുന്നവരുണ്ട്, പ്രൈവറ്റ് ആയിട്ട് പോകുന്നവരുണ്ട്. ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ്. ട്രസ്റ്റിന്റെ ഒരു കീഴിലുള്ള അമ്പലത്തിൽ മേൽശാന്തിയാണ്. സാലറി അങ്ങനെയൊക്കെ ആവശ്യത്തിന്? കുഴപ്പമില്ല, എന്റെ കുടുംബം കഴിഞ്ഞു പോകാതെ കുഴപ്പമില്ല കൊണ്ട്. കല്യാണം കഴിച്ചപ്പോ ലവ് മാരേജ് ആയിരുന്നോ? ടിക്ടോക്ക് അല്ലല്ലേ ഇത്? ടിക്ടോക്ക് അല്ല, ഇൻസ്റ്റാഗ്രാം വഴി കണ്ടത് തന്നെയാണ്. പുള്ളിക്കാരിക്ക് അറിയാമായിരുന്നോ അല്ലേ എന്താ ഈ ഫീൽഡാണെന്ന് അറിയാം. ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഫീൽഡൊക്കെ ഉള്ള ആൾക്കാരെ ഭയങ്കര താല്പര്യമുള്ള എന്നുവെച്ചാൽ പൂജാ കാര്യങ്ങൾ, ദൈവങ്ങൾ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. ഒരു അമ്പലവാസി ടൈപ്പാണ് പുള്ളിക്കാരി. കറക്റ്റാളെ കിട്ടി. പക്ഷേ ഇപ്പോൾ ചെറിയൊരു സങ്കടമുണ്ട്, കാരണം കാണാൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി. കാരണം ദൂരമുണ്ട് എനിക്ക് വീട്ടിലോട്ട്, അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം എങ്ങനെയാണ് വർക്ക് ഹവേഴ്സ് ഒക്കെ? രാവിലെ ഇപ്പം നിൽക്കുന്ന അമ്പലത്തിലാണെങ്കിൽ 5:30 കയറിയാൽ മതി. 5:30 കയറി 10-10:30 ആവും ഇറങ്ങുമ്പോൾ. ഇതിന് മുന്നേ നിന്ന അമ്പലത്തിലാണെങ്കിൽ 4 മണിക്ക് കയറി കഴിഞ്ഞാൽ 11-12 മണിയാവും. മുന്നേ നിന്നത് ഞാൻ പത്തനംതിട്ടയിലായിരുന്നു, നമ്മളെ ഗവിക്ക് അടുത്ത്.
ആങ്ങാമൂഴി എന്നൊരു സ്ഥലത്തായിരുന്നു. പിന്നെ വൈകിട്ടും വൈകിട്ട് ഇതേ സമയം തന്നെയാണ് 5:30 തൊട്ട് 8 മണി വരെ. അപ്പൊ നടുക്കുള്ള സമയം വീട്ടിൽ വീട്ടിൽ കയറാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടെ ഇതും വ്ളോഗിങ് ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. മെയിനായിട്ട് ഞാൻ വെജിറ്റേറിയൻ ഫുഡ് തപ്പി നടക്കുന്ന ഒരാളാണ്. ശരി. അപ്പൊ ഫുഡ് നല്ല ഇതിന്റെ കൂടെ ഫുഡ് സ്പോട്ടിൽ തപ്പി നടക്കുകയാണ്. നല്ല നല്ല സ്പോട്ടുകളില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലായിടം കയറി ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. ചോദ്യങ്ങളാണ്. എന്താണ് നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ്? ഈ വെജിറ്റേറിയൻ ഫുഡ് എല്ലായിടത്തും കയറി കഴിക്കാൻ ഉണ്ട്. നമ്മളിപ്പോൾ നോൺ കിട്ടുന്നിടത്തും വെജ് കിട്ടാറുണ്ട്. പക്ഷേ അവിടെ ചെന്ന് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവൻ എന്താ ഇവിടെ എന്നൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ ഈ ശാന്തിക്കാരൻ എന്താ ഇവിടെ, ഈ പൂജാരി എന്താ ഇവിടെ എന്ന ചോദ്യങ്ങളുണ്ട്. ഒരുപാടുണ്ട്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് ബാക്കിയുള്ള ഒരുപാട് ശാന്തിക്കാർ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ കുറവാണ്. അപ്പം അങ്ങനെ എന്താണ് വൃത്തിയാണോ നോക്കുന്നത്? എങ്ങനെയാണത്? അതോ നോൺ വെജ് ഉണ്ടാക്കുന്ന കിച്ചണിൽ കഴിക്കാൻ പാടില്ല അങ്ങനെ? അതാണ് മെയിൻ വിഷയം. അവിടെ അങ്ങോട്ട് പോകാത്തത്. ഞാൻ വെജ് ഫുഡ് മേടിച്ച് കഴിക്കുന്നുണ്ട്. നല്ല കിട്ടുന്ന നല്ല സ്പോട്ടുകളിൽ പോയി കഴിക്കാറുണ്ട്. പക്ഷേ എല്ലാവരും അംഗീകരിക്കത്തില്ല. ഇവനെന്താ ഇങ്ങനെ ഒരു ചിന്താഗതി നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ആൾക്കാരെ മൈൻഡ് സെറ്റ്. എന്ത് പ്രശ്നമായിട്ടുണ്ടായിട്ടുള്ളത് ഇതില്? ആൾക്കാർ കണ്ടിട്ടുണ്ടോ? ഞാൻ അനിയത്തിയും കൊണ്ട് പുറത്തു പോയതാ. ഫുഡ് എനിക്ക് മേടിച്ചല്ല, അവർക്ക് മേടിച്ചതാ. പക്ഷെ ഞാൻ അവിടെ നിന്നിട്ട് പോലും ഇവനെന്താ ഇവിടെ എന്ന് ചോദിച്ചൊരു ആൾക്കാരുണ്ട്. അത് എത്തി പരന്ന് വീട്ടിലൂടെ എത്തി. അത് ചോദിച്ചു, നിന്റെ മോൻ അവിടെ നിൽക്കുന്നത് വാങ്ങിക്കുന്നത് കണ്ടല്ലോ എന്നിട്ട് എൻ്റെ അമ്മയുടെ ചോദിച്ചു. അമ്മ പറഞ്ഞു അത് വീട്ടിലത്തേക്കല്ലോ വാങ്ങിച്ചത്. ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഇതൊക്കെയാണ്. നമുക്ക് മാറ്റാൻ പറ്റും. അത് ജോലിയിലൊരു പ്രശ്നം തന്നെയാണ്. അല്ലായിരുന്നേ കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാമല്ലോ. വെജ് ആണെങ്കിൽ കുഴപ്പമില്ല. സാധാരണ ഒരു വെജിറ്റേറിയൻ ആൾക്ക് എവിടെയാണ് ഫുഡ് കഴിക്കാൻ പറ്റും. ശാന്തിക്കാരോട് നിൽക്കുമ്പം വെജ് കഴിക്കാൻ ഓരോരുത്തർ കയറുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു ടോപ്പ് 3 ഹോട്ടൽസ് പറയാമോ നല്ല വെജിറ്റേറിയൻ? ഞാൻ പോകുന്നതിൽ കൊള്ളാമെന്നുള്ളത് ഒന്ന് ശരവണ ഭവൻ. ഞാൻ സ്ഥിരമായിട്ട് പോകുന്നതാണ്. അവർക്കിപ്പം ഈ വീഡിയോസ് കണ്ടതിന് ശേഷം അവർക്ക് ഭയങ്കര പോറ്റി വന്നല്ല, കൈയെടുത്ത് കാണിച്ചിട്ട് പോറ്റി വന്നല്ല, വീഡിയോ ഒന്നും ഇല്ല. അവരുണ്ട്. എനിക്ക് വരുമ്പോൾ ലേറ്റ് ആകും. ഞാൻ പറഞ്ഞുകൊണ്ടാണെന്ന് അറിയത്തില്ല, ലേറ്റ് ഒന്നും ആവുന്നില്ല. ഫുഡിന് കറക്റ്റ് സമയത്ത് ഫുഡ് എത്തുന്നുണ്ട്. പക്കയാണ്. അത് കഴിഞ്ഞിട്ട് ആര്യാസിൽ ഒരുപാട് ദൂരമൊന്നും പോലെ അടുത്തൊക്കെ ഉള്ളത് കുഴപ്പമില്ലാതുണ്ട്. പിന്നെ ലുലുവിൽ വെജിറ്റേറിയൻ ഫുഡുകളുണ്ട്. നല്ല സ്പോട്ട് തപ്പി അതിനകത്ത് പോകും. രാവിലെ അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഫുഡിന്? കഴിക്കാവോന്നാ? കഴിക്കണേ പ്രശ്നമില്ല. ഇപ്പം ചില അമ്പലങ്ങളിൽ അമ്പലത്തിനകത്ത് വെച്ച് കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നവരുണ്ട്. ചിലർ അമ്പലത്തിൽ കഴിക്കുന്നവരുണ്ട്. ഭക്ഷണം നല്ല ഫുഡ് കഴിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഞാൻ കഴിക്കത്തില്ല. ഞാൻ കഴിക്കുന്ന സമയമൊക്കെ കണക്ക് തന്നെയാണ്. 12 മണിക്കൊക്കെയാണ് രാവിലത്തെ കാപ്പിയിട്ട് കുടിക്കണത്. രാവിലത്തെ ആഹാരം കഴിപ്പൊക്കെ സമയത്ത് നടക്കത്തൊന്നുമില്ല. ഈ ജോലിയുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് ഉറക്കം, ഒന്ന് ഭക്ഷണം. ഒന്നും കറക്റ്റ് ആയിരിക്കത്തില്ല. അത് 7 ദിവസവും ഉണ്ടല്ലോ അല്ലേ? ഒരു വർഷത്തിൽ 360 ദിവസം ഉണ്ട്. നമുക്ക് മഴയൊന്നും വെയിലൊന്നും ഒന്നുമില്ല. നമുക്ക് പോയേ പറ്റുള്ളൂ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു നല്ലൊരു അനുഭവം കിട്ടിയിട്ട് നിൽക്കുകയാണ്. വയ്യാണ്ടായിപ്പോയി. പനിയായിരുന്നു. അപ്പം ഞാൻ ഒരു ലീവ് എടുക്കാമെന്ന് വിചാരിച്ച ഒരാളെ ഏൽപ്പിച്ചു. അവിടെ അടുത്ത് ആറ്റുകാലുള്ള ഒരു പയ്യനാണ്. അപ്പം നമ്മൾ അറിയാമെന്നുള്ളവരെ ആദ്യം വിളിച്ചു. ആദ്യം ബ്രദേഴ്സ് കുറച്ചുണ്ട്, കസിൻസ് കുറച്ച് പേര് ശാന്തിക്കാരുണ്ട്. അവരെയൊക്കെ വിളിച്ചു നോക്കി. ഒരാരും ഇല്ല. അപ്പം നമ്മൾ ഗ്രൂപ്പുണ്ട്, കമ്മ്യൂണിറ്റിയുടെ ഗ്രൂപ്പുണ്ട് ഇതിനകത്ത് ശാന്തിക്കാരുടെ. അതിൽ ഇങ്ങനെ ഇട്ടു, ഇങ്ങനെ അത്യാവശ്യമാണ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ആറ്റുകാലിൽ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു വരാൻ ചേട്ടാ, ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു. ഞാൻ ഇവനെ വിശ്വസിച്ച് എൻ്റെ വീട്ടിൽ പോയി. ഇവിടെ ഒരാളെ ഏൽപ്പിച്ചാൽ ഞാൻ വിളിക്കും, എത്തിയോ എന്നറിയാൻ വിളിക്കും. ഞാൻ 4:30 തൊട്ട് 5 മണി വരെ വിളിച്ചു. ഫോൺ എടുത്തിട്ടില്ല. അവസാനം അവിടുത്തെ ബാലകാരികളെ വിളിച്ച് ചോദിച്ചു വന്നോ ചോദിച്ചു. വന്നിട്ടില്ല എന്ന് പറഞ്ഞു. വയ്യാത്ത ഞാൻ 2 ഗുളികയും കഴിച്ച് കുളിച്ച് റെഡിയായി. അവിടെ നിന്ന് 22 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ എത്തിയപ്പോൾ 6 മണി കഴിഞ്ഞു. 5:30 അമ്പലമാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. സമയം, ഉറക്കം, എത്ര വയ്യെങ്കിലും പോയേ പറ്റുള്ളൂ. ലീവ് കിട്ടിയാലും നമ്മൾ ടെൻഷനാണ്. വരുന്ന ആൾ എങ്ങനെയുള്ള ആൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു ബ്രേക്ക് എടുക്കുന്നത്? ബ്രേക്ക് എടുക്കണമെങ്കിൽ ഈ ജോലി മതിയാക്കിയേ പറ്റുള്ളൂ. അല്ലാതെ ജോലിയെന്നല്ല, ഈ ഒരു കർമ്മം വേറെ പരിപാടികളൊന്നും നടക്കൂലല്ലേ? ഒന്നും നടക്കും. ഇതെല്ലാം കഴിഞ്ഞ് രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പുകളിൽ മാത്രമേ എന്ത് ബാക്കി കാര്യം നടക്കുള്ളൂ. അല്ലെങ്കിൽ ലീവ് എടുക്കണമെങ്കിൽ നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളായിരിക്കണം. പുറത്തുനിന്ന് ഒരാളെ വിളിക്കുമ്പോൾ ടെൻഷൻ തന്നെയാണ്. ഇതിനേക്കാൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരാളെ ഏൽപ്പിച്ചപ്പം അമ്പലത്തിന് സ്വർണം വരെ പോയ കേസുകളുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ച് വയ്ക്കേണ്ട അവസ്ഥ ആയിട്ടുണ്ട്. കാരണം ഞാനല്ലേ ഏൽപ്പിച്ചത്, ഉത്തരവാദിത്തം എൻ്റെയാണ്. അതുകൊണ്ട് മേടിച്ചു കൊടുത്ത അവസ്ഥകളുണ്ട്. അതൊക്കെയാണ് പേടി എന്ന് പറയുന്നത്. ഈ ജോലിയുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ പേടി, ഉറക്കം, ക്ഷീണം എല്ലാം ഉണ്ട്. അപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് പുറത്ത് ജോലിക്കല്ലാണ്ട് പോയിട്ടില്ലേ ഇതുവരെ? പോയിട്ടുണ്ട്. ഞാൻ അമ്പലം എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന മുമ്പേ 1 മാസം 2 മാസം 3 മാസം 1 വർഷം അടുപ്പിച്ച് ഗ്യാപ്പൊക്കെ ഇടും. ബാക്കി ഞാനും ഒരു പകരക്കാരനായിട്ട് പോയിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ ഞാനും കുറേ രാജ്യം ചുറ്റാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചുറ്റാൻ കറങ്ങാനൊക്കെ പോകും. സോ ഒരു അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത അമ്പലത്തിലേക്ക് കയറുന്നതിൻ്റെ ഇടയിലാണ് ഈ ഗ്യാപ്പ് കറക്കലെല്ലാം ഉള്ളത്. ഫാമിലിക്ക് വേണ്ടിയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അങ്ങനെ പോകും. അല്ല അപ്പോഴും വെറുതെ നിൽക്കില്ല. ഇതേപോലെ ഇപ്പം ഞാൻ ഒരാൾ വിളിച്ചില്ലേ, അതേപോലെ ഞാനൊരു പകരത്തിന് വേറെ അമ്പലങ്ങളിൽ പോകും.
പിന്നെ ഈ കണ്ടന്റ് ഡെയിലി വ്ളോഗിലേക്ക് വരാം. സ്മോൾ ടൈം ബിഗ് ടോക്ക്. എന്താണ് അങ്ങനെ ഒരു ടാഗ്? ചെറിയ സമയത്ത് വലിയ സംസാരം. അത് എങ്ങനെ ഒരു ഇതൊക്കെ എപ്പോഴും മൈൻഡ് എന്തൊക്കെ പറഞ്ഞാണ് അതിനാണ് എടുത്തിട്ടത്, ക്യാപ്ഷനായിട്ട് ഇട്ടത്. ഒരു ചെറിയ സമയത്ത് കൊണ്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം ഒരു വീഡിയോ ഉൾപ്പെടുത്തി പറയുന്നു. പക്ഷെ അതിലും എല്ലാം പറയാൻ പറ്റത്തില്ല, എന്നാലും പറയാൻ പറ്റുന്ന എല്ലാം പറയാറുണ്ട്. ഈ 3 മാസത്തിൽ എന്തൊക്കെ പറയാൻ പറ്റിയിട്ടുണ്ട്? 3 മാസത്തിൽ ഞങ്ങളുടെ കഷ്ടപ്പാട് ഏതാണ്ട് ഈ ശാന്തി ഫീൽഡിൽ നിൽക്കുന്ന ഒരുപാട് പേരുടെ പ്രശ്നങ്ങളും നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുന്നുണ്ട്. അതിൽ അക്സെപ്റ്റ് ചെയ്ത ഒരാളുണ്ട്, അല്ലാത്തവരുണ്ട്. എന്താണ് മെയിൻ അഡ്വാൻറ്റേജ് ഇത് പറഞ്ഞിട്ടുള്ള ഏറ്റവും എങ്ങനെയാണ് നല്ല റെസ്പോൺസസ് വന്നിട്ടുള്ളത്? റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് മനസ്സിലായി ഞങ്ങളുടെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒരുപാട് പേര് ഈ അമ്പലത്തിൽ വരും. നിങ്ങളായപ്പോൾ ഒരു അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ വെറുതെ പിടിച്ച് വരുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഇത്രയും ടെൻഷൻ അടിച്ച് ഇത്രയും ജോലിയും ചെയ്തിട്ട് ഒരു ക്ഷീണത്തിൽ നിൽക്കുമ്പോഴേക്കും ഇവർ വന്നിട്ട് അത് ചെയ്തില്ല ഇത് ചെയ്തില്ലെന്ന് പറഞ്ഞ് പരാതി പറയുന്നത്. അപ്പോൾ നമ്മളെ മൈൻഡ് സെറ്റ് ആണെന്ന് അവരെ അറിയുന്നില്ല, നമ്മൾ എന്താ ഇതിലാണ് നിൽക്കണമെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിങ്ങനെ ചെയ്തതുകൊണ്ട് കുറച്ച് പേർക്കെങ്കിലും ഇത് ധാരണയുണ്ട്, അയ്യോ അവർ ഇത്രയും ഇത് ചെയ്തു നിൽക്കുന്ന ആൾക്കാരാണ്, നമ്മൾ ഒത്തിരി ക്ഷമ കാണിച്ചാൽ കുഴപ്പമില്ല എന്നൊരു ഇതുണ്ട്. നമ്മൾ ഹ്യൂമൻ ആയിട്ട് കാണാറില്ല അല്ലേ ഈ പൂജാരിമാരെ? എപ്പോഴും വരിക, അമ്പലത്തിൽ തൊഴുക, പക്ഷെ അതിനിടയിൽ നിൽക്കുന്ന ആൾക്കാരെ കാണാറില്ല, അവരുടെ പ്രശ്നങ്ങളും. അപ്പം അതാണ് ഉദ്ദേശിച്ചത് അല്ലേ? ഇനി നമുക്ക് ട്രോൾസിലേക്ക് വരാം. അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? 3-4 പേരും ട്രോൾ ചെയ്തിട്ടുണ്ട്, വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ട്, മെസ്സേജ് ചീത്ത പറഞ്ഞിട്ടുണ്ട്. എങ്ങനത്തെ കൈൻഡ് ഓഫ് നമ്മൾ ഇത് പറയാൻ ആഗ്രഹമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. നീ എന്തിനാ ഇതൊക്കെ പറയാൻ പോകുന്നു, അപ്പം ആൾക്കാർക്ക് ഇത്രയേ ഉള്ളൂ, ഇത്രയോ എന്താണെന്ന് വിചാരിച്ച് പിന്നെ നമ്മളൊരു വിലയില്ലാതായി പോകുന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാനിത് പറഞ്ഞതുകൊണ്ട് കുറച്ച് ശാന്തിക്കാർ പറയുന്നത് കുഴപ്പമില്ല, നല്ല കാര്യമാണ്. കാരണം നമ്മുടെ പ്രശ്നങ്ങൾ ആൾക്കാരെ നല്ലതല്ലേ. ഒരാൾ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ എടുത്തിട്ട് നല്ല രീതിക്ക് അലക്കി. അത് തുടക്കത്തിൽ എൻ്റെ ഉണ്ണിയപ്പം പോയിട്ട് എന്ന് പറഞ്ഞ് തുടങ്ങി അങ്ങോട്ട്. പിന്നെ അങ്ങോട്ട് എന്തൊക്കെയോ പറഞ്ഞ് പോയി. പിന്നെ പുള്ളിയുടെ കുറേ ഫാൻസായ കുട്ടിപ്പട്ടാളങ്ങളൊന്നും അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ട് ചോദിക്കുന്നു, ഇവനായതാ, അവൻ ആരാ എന്നത് ചോദിക്കുന്നു. കുറേ പേര് എനിക്ക് അയച്ചു തന്നു, നീ പോയിട്ട് കണ്ടോ അല്ലെങ്കിൽ ചേട്ടത് കണ്ടോ, ഇങ്ങനെ 2-3 പേര് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്താണ് സംഭവം എന്ന് പറഞ്ഞു. എന്താണ് റെസ്പോൺസ്? അതിൽ ഓരോരുത്തർക്ക് ഓരോ കണ്ടന്റ് ഇല്ലേ, ഓരോരുത്തർക്ക് ഓരോ ഐഡിയാസ് ഇല്ലേ. പിന്നെ വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാൻ എന്തായാലും ആരെയും പിടിച്ചിട്ടിട്ട് ഇങ്ങനെ ചെയ്യിങ്ങനെ അങ്ങനെ അവരെ ഒരുമാതിരി ആക്കാൻ നിൽക്കുന്നില്ല. എനിക്ക് എൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്, രീതിയുണ്ട്, ഞാനത് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നു. അവർക്ക് അവരുടെ രീതി. അതെപ്പോഴെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ വേണ്ടായിരുന്നു? അങ്ങനെ ഒരിക്കലും ഇല്ല, തന്നെ കണ്ടിന്യൂ പോകും. കാരണം ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കമുണ്ട്, നല്ലതും കാണും ചീത്തയും കാണും. അത് മൈൻഡാക്കിയിട്ട് കാര്യം. അങ്ങനെ മൈൻഡാക്കി നമ്മൾ വിഷമിച്ചിരിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നേരം കാണുള്ളൂ. അവിടെ അതൊന്നും മൈൻഡാക്കുന്നില്ല, ഇനിയും നല്ലതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ നിൽക്കുന്നു. ഈ അമ്പലത്തിലുള്ള വീഡിയോ എടുക്കുന്നതിന് പ്രശ്നം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടും വീഡിയോസ് എല്ലാ സാധനം എടുക്കുന്നുണ്ട്. ശബരിമലയിൽ വീഡിയോ എടുക്കലെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ശബരിമലയിൽ പോയായിരുന്നു, എനിക്കത് ആ സംഭവം അറിയത്തില്ല. ഞാൻ വീഡിയോ എടുത്തതാണ്. പെട്ടെന്ന് പോലീസ് ഫോൺ പിടിച്ച് വായിച്ച് എന്തോ എഴുതി വെച്ചാൽ എന്നോട് ചോദിച്ചു. പക്ഷെ നമ്മൾ വാർത്തയിലേ കാണുന്നില്ലേ, അപ്പോഴും ഇതിൽ ഈ ഫോട്ടോസും വീഡിയോസും ലീക്ക് ആവുന്നില്ലേ. അല്ലാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട്, എടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അമ്പലത്തിനകത്തുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല. അത് കേരളത്തിൽ അങ്ങനെ പ്രശ്നമുണ്ട്. കാരണം അമ്പലത്തിനകത്തുള്ള വിഗ്രഹങ്ങളുടെ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല. പക്ഷേ തമിഴ്നാട്ടിലോട്ട് ചെല്ലുമ്പം അമ്പലത്തിനകത്ത് എല്ലാ ആൾക്കാരും കയറാറുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും ഷർട്ട് ഇട്ടുകൊണ്ട് കയറാറുണ്ട്, വീഡിയോ എടുക്കുന്നവരുണ്ട്. അതുപോലെ അമ്പലത്തിനകത്ത് വീഡിയോ എല്ലാം എടുക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ കിട്ടും. എന്താണ് വിഗ്രഹത്തിന്റെ എടുക്കാൻ പാടില്ല, ഈ അമ്പലത്തിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ പാടില്ല, അകത്തുള്ള കാര്യം ആരും അറിയിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളും ദൈവം തമ്മിലൊരു കോണ്ടാക്റ്റാണ്. ക്ലീനായിട്ട് പാലിച്ച് തന്നെ പോകുന്നുണ്ട്, അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്. എന്നാൽ അതൊന്നും എടുക്കാതെ എൻ്റെതായ രീതിക്ക് സൈഡിൽ എടുക്കുന്നുണ്ട്. അമ്പലത്തിൽ പുറത്തിറങ്ങി വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തുനിന്ന് എടുക്കാറുണ്ട്, അല്ലാതെ അമ്പലത്തിനകത്തുള്ള ഒരു കാര്യമില്ല. വൈറൽ വീഡിയോയിലേക്ക് വരാം. വൈറലായ പൂറ്റി 2000 ഉണ്ണിയപ്പം ഉണ്ടാക്കി. 2000 ഉണ്ണിയപ്പം ഒരു കണക്കല്ല, അത് നമ്മൾ ചെയ്ത ചുരുങ്ങിയ സമയം കൊണ്ട് 2000 ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. തലേദിവസം സാധനമെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു, പക്ഷെ കൊണ്ടുവന്നപ്പം ഉച്ച 2 മണിയോ 1 മണിയോ കണ്ടായി. വൈകിട്ട് കൊടുക്കണം, 5 മണിക്ക് കൊടുക്കണം. പിന്നെ അങ്ങോട്ട് ഒരു പിടുത്തവും 2000 ഉണ്ണിയപ്പം ഉണ്ടായി പാട്. എങ്ങനെ ഈ നമ്മളൊരു ഉണ്ണിയപ്പച്ചട്ടിക്കകത്ത് വലിയ ഉണ്ണിയപ്പച്ചട്ടി കാണും, ഒരു 60 കുഴിയുള്ള ഉണ്ണിയപ്പച്ചട്ടിനകത്ത് നമ്മൾ 100 വരെ ചുട്ടുവിട്ട് പോയി. കാരണം മാവൊഴിച്ച് മാറി ഒന്ന് പരിവാകുമ്പോൾ നമ്മൾ അതിനെ നീക്കി അടുക്കോട്ട് ഇട്ടിട്ട് വീണ്ടും ഒഴിച്ച് ഒന്നിൽ തന്നെ 100 ചുട്ട് വിട്ട് അത് ടപ്പെന്ന് 2000 ഉണ്ണിയപ്പം ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കി. അതിലാണെങ്കിൽ നമുക്ക് അംഗീകരിക്കുക, 2000 ഉണ്ണിയപ്പം വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അതൊന്നും വലിയ കണക്കല്ല. ഇതിലെല്ലാം അപ്പുറം ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്, 2000, 10,000 അതിന് മേലോട്ട്. എല്ലാവർക്കും അങ്ങനെ അതിശയായി. പെട്ടെന്ന് എൻ്റെ കൂടെ എൻ്റെ സന്ധി പുള്ളി ഉണ്ടായിരുന്നു, ഞങ്ങളോട് പെട്ടെന്ന് തീർത്ത്. അതിപ്പോൾ എത്ര
വ്യൂസ് കിട്ടിയത്? അത് ഏകദേശം 2 മില്യണോ 3 മില്യണോടെ ആയി ഏകദേശം. അത്രയും പ്രതീക്ഷിച്ചു? പ്രതീക്ഷിച്ചില്ല. അത് ഞാൻ ആദ്യം വീഡിയോ ഇട്ടെന്ന് പറഞ്ഞില്ലേ 3 ദിവസം മുമ്പ്, ആദ്യത്തെ വീഡിയോ വ്ളോഗ്, അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ആണത്. ഞാൻ വിചാരിച്ചു അതേപോലെ ഒരു 10,000 20,000 20,000 അങ്ങനെ ആ റേഞ്ച് പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ ഞാൻ ഒരു ദിവസം ഫോൺ എടുത്തൊക്കെ 100 ഫോളോവേഴ്സ്, 100 കമൻറ്റ്, 100 ലൈക്ക്. ഞാൻ ശേഷം എൻ്റെ ഇൻസ്റ്റാഗ്രാം പോയോ, എന്ത് കറ്റിയേക്കും പിടുത്തമില്ല. ഫോളോവേഴ്സ് കയറിക്കൊണ്ടിരിക്കുന്നു, അതേപോലെ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നു, വായിക്കാൻ പറ്റുന്നില്ല, ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം കൊള്ളാം, ഇത് എങ്ങനെയല്ല തിരുമേനി എന്ന് പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ഇട്ടിരിക്കണം. വല്ലാത്തൊരു ഇതായിപ്പോയി ആ ഒരു വീഡിയോ, പെട്ടെന്ന് കയറിപ്പോയി. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ഇരുന്ന് 2000 മോദകം. അത് ഈ ദിവസം തന്നെയായിരുന്നു. അത് ഈ ദിവസം തന്നെയാണ് 2000 മോദകം. അത് സമയം ലേറ്റായിപ്പോയി, സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന്. അത് സാധനം കൊണ്ടുവന്നിട്ട് പോയി എൻ്റെ കൂട്ടുകാരനായ പുള്ളി സന്ദീപ് അവ കൃത്യസമയത്ത് വരുന്നത് കൊണ്ട് എല്ലാം നേരത്തെ ഉണ്ടാക്കാൻ പറ്റി. 1 മണിക്ക് അല്ല 10 മണിക്ക് വരാൻ പറഞ്ഞാൽ കറക്റ്റ് 11-1 മണിക്കാൻ വരുള്ളൂ. ആ വന്ന സമയം കൊണ്ട് ഇന്നലെ എല്ലാം തീർന്നു കേട്ടോ. സന്ദീപ് ഇതൊക്കെ നീ അതും വൈറൽ വീഡിയോ 2 വീഡിയോ വൈറലായിരുന്നു. കാരണം സന്ദീപാണ്. അല്ല സന്ദീപ് അതിനുശേഷം ഫാൻസ് കൂടി ചോദിച്ചു, വൈകി പറഞ്ഞ ചങ്ക എവിടെ പോയി, വൈകി പറഞ്ഞ സന്ദീപ് എവിടെ പോയി, അവനെ കാണുന്നില്ലല്ലോ, എല്ലാ വീഡിയോസും ചോദിക്കും. അതിനുശേഷം എല്ലാ വീഡിയോ താഴെ ഞാനെത്തി കണ്ടാ ഞാൻ വീഡിയോ കമന്റ് ഇട്ടിട്ടുണ്ട്, എന്നെ ഒന്ന് മെൻഷൻ പിൻ ചെയ്തേക്കണേ. ശരി പിൻ ചെയ്തിടും. ഇപ്പം നിതിന്റെ ഫാൻസ് എത്ര പേര് വരാറുണ്ട് അമ്പലത്തിലെ പേര് പറയാത്തത് കൊണ്ട് തപ്പിപ്പിടിച്ച് വരുന്ന ആൾക്കാരുണ്ട്. ഈ ഞാൻ പോകുന്ന വഴികൾ കണ്ടു വെച്ചിട്ട് ഇത് ഇവിടെ അല്ലേ എന്ന് കൺഫ്യൂഷൻ അടിച്ച് വന്ന ആൾക്കാരുണ്ട്. പാലക്കാട് നിന്ന് 3 പേര് വന്നിട്ട് ഇവിടെ പോയിട്ട് ഞങ്ങൾ അപ്പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വഴികൾ നല്ല പരിചയമുണ്ട്. അങ്ങനെ തപ്പോൾ ഈ വീഡിയോ എൻ്റെ വീഡിയോ അവിടെ കാണിച്ച് അവിടെ എത്തി. അങ്ങനെ പുള്ളി എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ പാലക്കാട് നിന്ന് വന്നതാണ്. നമ്മൾ ശരി, ഞാൻ പോയിട്ട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, അങ്ങനെ വന്നതെന്ന് പറയും. ഞാൻ ശരി കേട്ടോ. പക്ഷെ അവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര റെസ്പോൺസാണ് കേട്ടോ. അപ്പോൾ നല്ല കാര്യം, നല്ല. പക്ഷെ അപ്പോൾ അവരും പറഞ്ഞു നമ്മൾ അമ്പലം കൊണ്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നു, പക്ഷേ ചെയ്യാൻ ലിമിറ്റ് ഉണ്ട്. കാരണം വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ചോദിക്കും ഇവനൊക്കെ ആരെങ്ങനെ ചെയ്യാൻ ഏൽപ്പിച്ചെന്ന് ചോദിക്കും. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അമ്പലം എവിടെയെന്ന്. നെഗറ്റീവും വരും. കാരണം ഈ ഇടയ്ക്ക് ഒരാൾ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, അവിടുത്തെ സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞ് പോറ്റി ശരിയല്ല. എന്നെ പറയണേ ഇപ്പോൾ ശരിയല്ല, നമ്മൾ അമ്പലത്തിൽ വന്നിട്ട് എന്തോ അർച്ചന നടത്തി തന്നില്ല, ഇത്ര ദൂരത്ത് തന്നേയില്ല, ആറ്റിങ്ങനെ വന്ന് പറഞ്ഞു ഇത്ര ദൂരത്ത് തന്നില്ല, അർച്ചന നടത്തി തന്നില്ല എന്ന് പറഞ്ഞു. ഞാനവിടെ എന്ത് തിരക്കാണെങ്കിൽ പോലും ഒരാൾ വന്ന് ആരെയും നിർത്തി മുഷിപ്പിക്കാറില്ല. കൃത്യമായിട്ടുള്ള കാര്യം അവർക്ക് ചെയ്ത് കൊടുത്ത് അവരെ മുമ്പ് ഞാൻ ചെയ്ത് കൊടുത്ത് വിടത്തുള്ളൂ. ഞാൻ കൺഫ്യൂഷൻ ചെയ്തു. ഞാൻ തന്നെ ചോദിച്ചു, ഈ ഒരാഴ്ച മുന്നേ സംഭവിച്ചത് വിളിച്ച് പറഞ്ഞ് ഈടക്കിയാണ്. അപ്പം ഞാൻ പറഞ്ഞാൽ ചേട്ടാ ഒരു കാര്യം ചെയ്യും, നമുക്ക് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. വിളിച്ചു ഒരു തരത്തിൽ ഫോൺ എടുക്കുന്നില്ല. ഈ നിമിഷം വരെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ എടുക്കുന്നില്ല. സംഭവം ഇതെങ്ങനെ ഇഷ്ടപ്പെടാത്ത 2-3 പേര് നമ്പർ എങ്ങനെ തപ്പി വിളിച്ചതാണ്. വിളിച്ചിട്ട് പറഞ്ഞ് ഇവനെ മാറ്റണം, ഈ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെയാണ് പിടിച്ച് അമ്പലത്തിൽ ഏൽപ്പിച്ചത്. ചോദിച്ചാണ് അവിടെ ചോദിച്ചായിരുന്നു, ഈ വ്ളോഗ് ചെയ്യുന്ന ആളെ പിടിച്ച് അമ്പലത്തിൽ ഏൽപ്പിച്ചെന്ന് ചോദിച്ചു. അതൊന്നും ഞാൻ വ്ളോഗ് എന്തെടുത്താലും ഞാൻ അമ്പലത്തിൻ്റെ കാര്യം മറന്ന ഒരു പരിപാടി ഇല്ല. അമ്പലത്തിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ആര് വന്നാലും ഇതെന്ത് ചെയ്യുന്നത് ചോദ്യം വരാനുള്ള അവസരം കൊടുത്തിട്ടില്ല ഒരു അമ്പലത്തിലും. ഡെയിലി വരുന്ന ആൾക്കാരുണ്ടോ? ഡെയിലി വരുന്ന ആൾക്കാരുണ്ട്. ഞാൻ അമ്പലത്തിനടുത്ത് കുറേ പിള്ളേരുണ്ട്. പോറ്റി നല്ല വീഡിയോ ഇട്ടാ. ഞാൻ വൈകിട്ട് കറക്റ്റ് 6 മണി എല്ലാ ദിവസം പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 ദിവസം ഗ്യാപ്പ് ഇട്ടില്ല, ഒരു വയ്യായി വന്നുകൊണ്ട് കണ്ട് അമ്പലത്തിൽ പോറ്റി ഇന്നത്തെ വീഡിയോ ഉണ്ട്. നല്ല രസം കേട്ടോ, നല്ല രസം. വന്നാണ് പിള്ളേർ ആദ്യം വന്ന സമയത്ത് പിള്ളേർ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ 2-3 പിള്ളേർക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ പറഞ്ഞു കൊടുത്തപ്പം പിള്ളേരെണ്ണം കൂടി. അപ്പോൾ കുറേ ഡൗട്ട്, ഇത് എന്നെ കണ്ടിട്ടുണ്ട്, എവിടെ കണ്ടിട്ടുണ്ടോ കുറേ പേര് പറയുന്നു, ഇവിടെ പോറ്റി കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. എവിടെയും കാണാൻ വഴിയുണ്ട്, അമ്പലത്തിൽ പറഞ്ഞില്ലേ. കുറച്ച് കഴിഞ്ഞ് ഒരു ഫോൺ പോറ്റിയല്ലേ ഇത്, എങ്ങനെ മനസ്സിലായിടാ നമ്മൾ എന്നും കാണിച്ച് ഇത് അമ്പലം പരിചയമുണ്ട്. ഈ മുഖം ഞാൻ ഇടയ്ക്ക് താടി വളർത്തിയിട്ടുണ്ട്, താടി വളർത്തിയപ്പോൾ മനസ്സിലാവുന്ന ആൾക്കാർക്ക് പോറ്റി തന്നെ. ഞാൻ പറഞ്ഞ അതിനുശേഷം പിള്ളേർ പോറ്റി ഇന്നത്തെ വീഡിയോ കൊള്ളാം കേട്ടോ, നാളെ നമ്മളെ വീഡിയോ ഇടും. ഒരു ദിവസം 2 പിള്ളേർ വന്നിട്ട് ഞാൻ വരച്ചുകൊണ്ടിരുന്നപ്പോൾ പിള്ളേർ വന്നപ്പോൾ ഞാൻ അവരെ കൂടെ വീഡിയോ എടുത്ത് അതാ ഇട്ട് കേട്ടോ, പോസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം വന്നിട്ട് പോറ്റി വീഡിയോ നമുക്ക് ഫാൻസ് അവിടെ അമ്പലത്തിൽ സ്കൂളിൽ മറ്റേ പോറ്റിയുടെ നിങ്ങൾ വീടിനടുത്താണോ? അവരെ അമ്പലത്തിൻ്റെ അടുത്താണ്. അവരെ ആ വീഡിയോ കുറച്ച് ക്രോപ്പ് ചെയ്ത് അവരെ യൂട്യൂബിൽ ഇട്ടു. ഇതാ പോറ്റിയില്ലേ, വലിയ ആളെന്ന് പറയുന്നില്ല, എന്നാലും കുറച്ച് പേര് അറിയുന്നുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ മെയിൻ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഒരു 10 പേര് കൂടുന്നിടത്ത് ഒരാളെയും തിരിച്ചറിയുന്നുണ്ട്. അല്ലാണ്ട് എന്തെങ്കിലും ഇൻബോക്സിലോ മെസ്സേജ് ആയിട്ടോ അങ്ങനെ വരാറുണ്ടോ? ഇൻബോക്സ് ഞാൻ തുറന്ന് നോക്കാറേ ഇല്ല. തുറന്നു നോക്കാത്ത മെയിൻ കാര്യം പോകാൻ തോന്നിയെന്നോ അങ്ങനെ പറഞ്ഞോന്ന്. അത് ഒരുപാട് പേര് ഞാൻ നോക്കും. പുറം രാജ്യത്തുള്ള ആൾക്കാരുണ്ട് കേട്ടോ, കുവൈറ്റ്, ജർമ്മനി. അവർക്ക് എന്തെങ്കിലും വഴിപാട് കഴിക്കണമെന്ന് പറഞ്ഞ് മെസ്സേജ് ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒക്കെ ഇടയ്ക്കൊക്കെ നോക്കും. നോക്കാതെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒന്നും തോന്നരുത്, ശല്യം നിവൃത്തിയില്ല. അങ്ങേറ്റവും വൾഗറായിട്ട് ഓരോ കാര്യം ചോദിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരാണ്. കാണാൻ പറ്റൂ പറയാം, മോശം സത്യം. ഞാൻ വെറുത്തു പോയിട്ടുണ്ട്. എവിടെയാണ് വീട്, റൂമിൽ വന്നാൽ കാണാൻ പറ്റൂ, വിളിച്ച് അങ്ങോട്ട് വരൂ,
അങ്ങനെയുള്ള കുറേ ഇതുണ്ട്. ഞാൻ അത് മൈൻഡ് ആക്കത്തില്ല. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും, തിരുമേനി ഇന്ന സംശയമുണ്ട് അങ്ങനെയുള്ള ഞാൻ ജസ്റ്റ് നോക്കും, എന്താ പറയാൻ പറയും. പിന്നെ എന്നെ കൂടെ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രൊമോഷൻസ് ചെറിയ രീതിക്ക് വലിയ ചെറുതായിട്ട്. എന്താണ് പ്രൊമോഷൻ, എന്ത് ടൈപ്പ്? പ്രൊമോഷൻ പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം അമ്പലം വരാത്ത കാരണം പിന്നെ എനിക്ക് ഉപയോഗമായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഞാൻ ഒരു ബ്രോ വിളിച്ചിട്ട് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ് ബ്രോ ഞാൻ ഒരു പ്രൊഡക്റ്റ് അയച്ചു തരാം, ബ്രോയ്ക്ക് ഉപയോഗപ്പെട്ട സാധനം എന്ന് പറഞ്ഞു. നോക്കിയപ്പം നടുവേദനയ്ക്കുള്ള മരുന്ന്. എനിക്കറിയാം എനിക്ക് കറക്റ്റ് ദൈവമായിട്ട് അയച്ചു തരുന്നത്, കാരണം നടുവേദന നല്ലപോലെ ഉണ്ട്. ഈ ജോലിക്ക് നല്ല മുറുള്ള ജോലിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ചന്ദനം, പൂജാപാത്രങ്ങൾ. അല്ലാണ്ട് അമ്പലത്തിലല്ലാണ്ട് പുറത്ത് പോയി പൂജ ചെയ്ത് കൊടുക്കും? ചെയ്യാറുണ്ട്. നമ്മൾ പുറം പൂജ ഒരുപാടുണ്ട്. വീട്ടിൽ പൂജ, പാലുകാശ് പൂജ ആയിട്ടില്ലേ, പാലുകാശ് പൂജിക്കുന്നത് അതുണ്ട്. പരിഹാര കർമ്മങ്ങൾ ഒരുപാട് പോകാറുണ്ട്. ഇതിൽ കൂടെ അങ്ങനെ റിക്വസ്റ്റ് വരാറുണ്ടോ, ഇങ്ങനെ പൂജയ്ക്ക് വരാൻ വേണ്ടിയിട്ടോ? അതും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് പുറത്തോട്ടാണ് കൂടുതൽ വരുന്നത്. കൊല്ലം, പത്തനംതിട്ട. ഇപ്പം ഇനി ലീവ് എടുത്ത് പോകാൻ പറ്റുന്ന സാഹചര്യം. ഇപ്പം ഞാൻ പറഞ്ഞ് ഞാൻ ഇത്ര ദൂരത്ത് നിന്ന് വരുന്നതാണ്, പോവും. പൂജ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പം ഞാൻ രാവിലത്തെ പൂജയാണെങ്കിൽ അനിമാരുണ്ടെങ്കിൽ ഞാൻ രാവിലത്തെ പൂജ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അവന്മാരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോകും. രാവിലത്തെ അവിടെ പാലുകാച്ചാണെങ്കിൽ പാലുകാച്ച്, പുറം പൂജ അങ്ങനെ അങ്ങ് പോകും. അതിൽ രാത്രിത്തെ പൂജയാണെങ്കിൽ രാത്രി തത്താഴ പൂജ കഴിഞ്ഞിട്ട് നേരെ എന്നിട്ട് രാത്രിത്തെ പൂജ. അമ്പലത്തിലിരിക്കുമ്പം പെട്ടെന്ന് ഇപ്പോൾ ഒരു കണ്ടന്റ് എടുക്കണമെന്ന് തോന്നി എത്ര സമയം എടുക്കും? അമ്പലത്തിൽ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലം അടച്ചതിന് ശേഷം എല്ലാം തോന്നണത്. അമ്പലത്തിൽ ഇരിക്കുമ്പോൾ ഇത് മൈൻഡിലില്ല. വരും വീഡിയോ എടുക്കണം, വീഡിയോ എവിടെയും ഓണാക്കി വെച്ച് പോകും. അത് നീ ചെയ്യുന്ന കാര്യം മാത്രം. പക്ഷേ എന്തെങ്കിലും പറയാനുള്ള കാര്യം, ഞാൻ ഇടയ്ക്ക് പറയുന്ന കാര്യങ്ങൾ കുറച്ച് ഉണ്ടാകുക. എല്ലാ വീഡിയോസ് സെർച്ച് നോക്കിയാൽ മതി. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, നമ്മളെ പ്രശ്നങ്ങൾ എന്തെങ്കിലും പറയും. അത് തോന്നുന്നത് വെച്ചാൽ അമ്പലം അടച്ചിറങ്ങിയിട്ട് ഞാൻ കുറച്ചിടയ്ക്ക് ഇരിക്കും, ഞാൻ ആലോചിക്കും, ഇന്നിങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് ആലോചിക്കും. അപ്പോൾ മൈൻഡ് ചെയ്യുന്ന കാര്യം. അപ്പോൾ എടുക്കുകയാണെങ്കിൽ ഞാൻ 10-10:30 ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്ത് റൂമിൽ കയറുമ്പോൾ 11-12 മണി. ഒരുപാട് ടേക്ക് എടുക്കും, കാരണം എടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ട്രെയിൻ പോണത് അല്ലെങ്കിൽ പ്ലെയിൻ പോകുന്നത്. അടുത്ത് തന്നെ ട്രെയിനും ഉണ്ട് പ്ലെയിനും ഉണ്ട്. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാക്ക ഓടിച്ചപ്പോൾ വീണ്ടും കാക്ക വന്നുകൊണ്ടിരിക്കും. ഈ സൗണ്ട് വിഷയങ്ങളും അതേപോലെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തൊലിക്കെട്ടി അത്രയില്ല നിന്നാൽ പോലെ ആൾക്കാർ അങ്ങോട്ട് കൂടെ പോകുമ്പോൾ പോറ്റി എന്ത് ചെയ്യണമെങ്കിൽ നോക്കുമ്പോൾ ഞാൻ പതുക്കെ ഫോൺ പറഞ്ഞുകൊണ്ട് കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് താത്തിട്ട് അങ്ങ് ബാക്കിലോട്ട് പോകും. എന്നിട്ട് അവർ പോയാൽ നോക്കിയിട്ടാ പോയി വീണ്ടും പെട്ടത്. ലൈറ്റൊക്കെ നോക്കും, അതൊക്കെ കാര്യമാണ്. അങ്ങനെ സമയമെടുത്ത് ഒരു 3 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുക്കും. ഒരു ചെറിയ കാര്യമായിരിക്കും, ഒരു 2 സെക്കൻഡ് 1 മിനിറ്റ് പറയുന്ന കാര്യമായിരിക്കും. ഞാൻ അത് ഒരു 2 മണിക്കൂർ എടുക്കും തീർത്ത് വരുമ്പോൾ. വീട്ടിൽ എങ്ങനെയാണ് സപ്പോർട്ടൊക്കെ? വീട്ടിൽ തുടക്കത്തിലൊക്കെ ചോദിച്ച് നീ ഒരു പോറ്റിയില്ല, നീ ചെയ്യാൻ പാടില്ല, ഒരു മാനറസം കീപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് എന്ത് കുഴപ്പം. ആദ്യം എൻ്റെ അച്ഛനൊട്ട് എൻ്റെ വൈഫ് വരെ ആരും സപ്പോർട്ടീവ് അല്ലായിരുന്നു. പൂജ വ്ളോഗ് ഇട്ടണ ശേഷം, അതിന് മുന്നേ അല്ലാത്ത സാധാരണ വീഡിയോ ഇടും. അപ്പം ഞാൻ പൂജാരിയാണെന്ന് ഒരുപാട് അറിയത്തില്ലായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. അപ്പം ഞാനും വൈഫും എല്ലാവരും പക്കയായിരുന്നു, വീട്ടുകാരും സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷേ ഞാൻ പൂജ ഫീൽഡുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇട്ട് തുടങ്ങിയപ്പം അച്ഛനും അമ്മയും എല്ലാവരും ചോദിച്ചു തുടങ്ങി, ഇത് ഇടാൻ പാടില്ല, ആൾക്കാർക്ക് എന്തെങ്കിലും പറയും. പക്ഷെ ഇപ്പം കുഴപ്പമില്ല. മിസ്ഇൻഫർമേഷൻ വരാറുണ്ടോ ഈ ചെയ്യുന്ന വ്ളോഗിന്റെ അടിയിൽ ആരെങ്കിലും വന്ന്? അത് പറയാറുണ്ട്, ഇങ്ങനെയാണ് ഇത് അങ്ങനെ അല്ലല്ലോ ഇങ്ങനെയാണല്ലോ. അപ്പം ഞാൻ പറയും അത് പല സ്ഥലത്തോട്ട് പോകുമ്പോൾ വ്യത്യാസം കാണും പല കാര്യങ്ങൾക്കും. അങ്ങനെ സംശയങ്ങൾ ഒരുപാട് സംശയങ്ങൾ ചോദിച്ച ആൾക്കാർ വരാറുണ്ട്. ഇങ്ങനെ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ നാളുകാർക്ക് ഇന്ന പ്രശ്നമുണ്ടോ അറിയാൻ എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഉത്സവത്തിന് അപ്പോൾ ഈ ഘോഷയാത്രയ്ക്കൊക്കെ പോറ്റി ഇറങ്ങാറുണ്ട്. ആനപ്പുറത്തും കയറാറുണ്ട്, ഞാൻ കയറിയിട്ടുണ്ട്. ആനപ്പുറത്തും കയറാറുണ്ട്. അതുപോലെ അതിൽ നടന്ന് പറ ഉണ്ട്, വിളക്ക് കത്തിച്ച് പറ വയ്ക്കത്തില്ല, അത് നേദിക്കാൻ പോകാറുണ്ട്. ആനപ്പുറത്ത് കയറാൻ പേടിയുണ്ട്? ആദ്യം പേടിച്ചിട്ടുണ്ട്, കാരണം ഇത് എന്താണ്, എങ്ങനെയാണ് ഒരു പിടുത്തോലെ എങ്ങനെ ഇരിക്കണത്, കാരണം കണ്ടിട്ടുണ്ട് ഇങ്ങനെ തടമ്പ് പിടിച്ചുകൊണ്ടിരിക്കാനിട്ടുണ്ട്. ആദ്യമായിട്ട് കയറിയപ്പോൾ നല്ല രീതിക്ക് പേടിച്ചിട്ടുണ്ട്. എല്ലാവരും പൊതുവെ ആനപ്പുറത്തിരിക്കുന്ന ആൾക്കാർ പറഞ്ഞു ഇതിന്റെ മുടി സൂചിയും തോറ്റു. അതുപോലെ ചൂടാണ്, ആനയെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. ഞാൻ ഇടക്കാലങ്ങളിൽ കയറിയതിൽ ഒരു ആന പ്രശ്നമായിരുന്നു. ഒന്നാമത്തെ കയറി തൊട്ട് ഈ ആനയുടെ രോമം ഒത്ത് കയറുന്നു, അതുപോലെ ചൂട്, മഴയും കൂടെ പെയ്ത ചൂടിളവി. അതിനിടയ്ക്ക് ആനയ്ക്ക് എന്തോ പ്രശ്നമാണ്. ആന 2-3 വർഷം വെട്ടി 45 കിലോ ഉണ്ടെന്ന തിടമ്പായിരുന്നു ഇങ്ങനെ കൈ ഇരിക്കണത്. ആ തിടമ്പ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണത്. അത് ഏകദേശം നമ്മൾ വൈകിട്ട് 5 മണിക്ക് ഇറങ്ങിയത് 12-1 മണിയാണ് തിരിച്ച് കയറി. അത്രയും സമയം ഇറങ്ങാൻ പോലും എടുത്തില്ല. അതിനകത്ത് മണ്ടേ പിടിച്ചുകൊണ്ടിരിക്കണം, കൈമാറ്റി പിടിച്ചോണം. അതിടെ ഈ ആന ഇളവി പോകുമ്പോഴെല്ലാം എൻ്റെ അവിടെ പിടിച്ച് നിൽക്കണം. ഈ ആന വെട്ടിയപ്പോൾ ഞാൻ ഭയന്ന്, കാരണം തെറിച്ച് പോയി കഴിഞ്ഞാൽ തീർന്ന്. അല്ല, മൊത്തത്തിൽ ആന ഇടഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത് ആനയുടെ പ്രശ്നം എന്ന് പറയാം. അല്ലാതെ പോയി കഴിഞ്ഞാൽ ഇവനെ കാല് പിടിച്ച് കയറിയും ചോദിക്കും. പിടിച്ചിരുന്ന് 40 കിലോ പിടിച്ചിരുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉയിര് പോയി. ഇനി കണ്ടന്റ് ക്രിയേഷനിൽ എങ്ങോട്ടാണ് കണ്ടന്റ് കൊണ്ടുപോകാൻ? ഞാൻ ഫോക്കസ് ചെയ്യണത് മൊത്തം ഇപ്പോൾ യൂട്യൂബിലിടാണ്. ഇപ്പോൾ ഷോർട്സ് ഇട്ട് മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. ലോങ് വീഡിയോസ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല കണ്ടന്റ് മാത്രമേ ഇടാൻ നോക്കുന്നുള്ളൂ. അമ്പലം കഴിഞ്ഞ് ഞാൻ ഫോൺ തൂക്കി പിടിച്ച് ഇറങ്ങിയെടുക്കും.
നോക്കൂല. ഇപ്പം ഞാൻ മാക്സിമം നോക്കും, ഞാൻ ആളില്ലെങ്കിൽ ആളുണ്ടെങ്കിൽ പോലും ഞാൻ പൊക്കി പിടിച്ച് നോക്കി പറഞ്ഞു പറഞ്ഞ് പോകും. എന്നാലേ ഇത് ശീലമായാലേ ശരിയാവുള്ളൂ. എന്താണ് ഒരു ചെയ്യാനൊരു ആഗ്രഹമുള്ള ഒരു വ്ളോഗോ ഷോർട്സോ ഇതുവരെ ചെയ്യാത്ത ഒരു കണ്ടന്റ്? ചിന്തിച്ചോണ്ടിരിക്കണേ ഉള്ളൂ. ഒരെണ്ണം 1-2 വന്ന് കിടപ്പുണ്ട്. അത് വേണം ഒരുപാട് പേര് ചോദിച്ചിട്ട് ചെയ്യാം. കാരണം ഇതും അമ്പലം പരമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ അത് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതപ്പോൾ ആരുടെ ചോദിക്കേണ്ടി വരും? ഗുരുനാഥന്മാരുണ്ട്, ഇപ്പം അവരെ മുതിർന്ന ആൾക്കാരോട് ചോദിക്കും, ഇന്ന കാര്യം ചെയ്യട്ടോ, കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല എങ്കിൽ ചെയ്തോ എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ചെയ്തു. അപ്പം നിങ്ങളുടെ കണ്ടന്റിൽ ഒരു ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരുപാടുണ്ട്. അത് ഈ ഫീൽഡുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ലിമിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ അല്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ല. ഫുഡ് വ്ളോഗിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. ഇങ്ങനെ വേറെ ആരെങ്കിലും ചെയ്യുന്നു? അത് വേറെ കോമഡിയാണ് കേട്ടോ. ഞാനിത് ചെയ്തു തുടങ്ങിയതിന് ശേഷം എൻ്റെ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്ത് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ ഡെയിലി വ്ളോഗ്സ്, അത് അതേ ക്യാപ്ഷനോട് ഞാൻ നോക്കി എനിക്ക് 2-3 ആഴ്ച ചേട്ടന് എതിരാളി വന്നിട്ടുണ്ട്. അത് ആരും നമുക്ക് ഒരാളിങ്ങനെ രാവിലത്തെ പൂജ കഴിഞ്ഞിട്ട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞാൽ പുള്ളി അതേപോലെ അതുപോലെ ഞാൻ പറഞ്ഞ നമ്മുടെ ശാന്തികര പ്രശ്നങ്ങൾ അത് പുള്ളിയുടെ രീതിയിൽ പുള്ളി ഇട്ടിട്ടുണ്ട്. ഒന്നല്ല, ഒരു 3-4 പേര് ഞാൻ ഇങ്ങനെയൊക്കെ ശാന്തികര ഫീൽഡ് കണ്ടു. കാരണം ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്ത് വന്നപ്പം ഇൻസ്പിറേഷൻ ആയി, അവർക്കും ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയി, അവരും ചെയ്തു. പക്ഷേ അത് ചെയ്തതിന് ശേഷം അവരെ ഫോളോസ് എല്ലാം കയറി, അവർക്കും അത്യാവശ്യം റീച്ച് ഉണ്ട്. അവർക്കും നോക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിപ്പോൾ നോക്കിയപ്പം പുള്ളിക്കാരന് അത്യാവശ്യം പ്രൊമോഷൻസ് കാര്യങ്ങളെല്ലാം കിട്ടി തുടങ്ങി. എനിക്ക് മെസ്സേജ് പറഞ്ഞു, ബ്രോ എന്ന് തോന്നുന്നത് ഞാൻ ഇടയ്ക്ക് ബ്രോയുടെ വീഡിയോ ഒക്കെ കട്ടെടുക്കുമ്പോൾ ചെയ്തു, എല്ലാവരും ചെയ്യുമെന്ന് പറഞ്ഞു. എങ്ങനെ രക്ഷപ്പെട്ടാന്ന് അറിയത്തില്ല, നല്ലൊരു കാര്യമില്ലേ? ഇപ്പം എന്നെ കണ്ടൊരാൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു വിജയമാണ്. അതെ, അല്ലാണ്ട് വേറെ ആരും തുടങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ കണ്ടില്ല, അങ്ങനെ കണ്ടില്ല. അങ്ങനെ ഈ ഫീൽഡ് ഇങ്ങനെ ഞാൻ ആരും കണ്ടിട്ടില്ല. അല്ല അമ്പലത്തിൽ നിന്ന് ഫോട്ടോ എടുക്കണതോ അല്ല വീഡിയോ അങ്ങനെ നടന്നു പോകുന്ന വീഡിയോ കണ്ടു, ഇങ്ങനെ പറയുന്നതോ ഇങ്ങനെയുള്ളതൊന്നും കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു അമ്പലം പോകണം എന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു അമ്പലം ഉണ്ടോ? ഉണ്ട്, ഇവിടെ ഇല്ല, അത് പുറത്താണ്. എവിടെയാണ്? ഒരു പളനി പോലെ നമ്മളെ മുരുകന്റെ അമ്പലം തന്നെയാണ്, മലേഷ്യയില്. അത് കാർത്തിക നമ്മളെ കാർത്തിസൂര്യ നമ്മളെ വീടിൻ്റെ അടുത്താണ് കേട്ടോ, നമ്മളെ ചെല്ലമംഗലം. പുള്ളി ഞാൻ സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് എന്നൊരു മേഖല എന്നെ ഏറ്റവും ഇൻസ്പയർ ചെയ്ത ആള് പുള്ളിയാണ് കേട്ടോ. കാരണം പുള്ളിയുടെ വീഡിയോസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു എനർജിയാണ് ഭയങ്കര. അപ്പം ഞാനത് പുള്ളി പോകണണ്ട് ആലോചിച്ചു, കൊള്ളാലമ്പലം നമുക്ക് പോകണം ഒരുപാട് ആവശ്യം. പോകാനുള്ളതൊന്നും ഇല്ല, പാസ്പോർട്ട് പോലും ഒന്നുമില്ല, അതുപോലെ സാമ്പത്തികവും. എന്തെങ്കിലും ഒരിക്കൽ പോവും. ഇതിലെന്തെങ്കിലും ഒരു കാലത്ത് ക്ലിക്ക് ആവുകയാണെങ്കിൽ രക്ഷപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് പോകും. ഇനി ഏത് അമ്പലത്തിലോട്ടാണ് ഇനി ഈ മേൽശാന്തിയായിട്ട്? അല്ല, ഞാനത് അങ്ങനെ എപ്പോഴും മാറാൻ പറ്റത്തില്ല. ഞാനിത് അല്ല അങ്ങനെ മാറുമെന്നുണ്ടെങ്കിൽ ഇപ്പം വലിയ ടോപ്പ് അമ്പലങ്ങൾ കാണും. എങ്കിൽ എനിക്ക് നിൽക്കാൻ ആഗ്രഹമുള്ളത് ഭഗവാന്റെ അയ്യപ്പൻ്റെ അടുത്ത്. പോറ്റിയാവണമെന്നില്ല, ഭഗവാന്റെ അടുത്ത് നിന്നാൽ മതി. ശബരിമലയിൽ എവിടെയായാലും മാളിപ്പുറത്താവട്ട് ഭഗവാന്റെ ഏത് ഭാഗത്ത് നിന്നാലും ഞാൻ ഹാപ്പിയാണ്. കാരണം ഇവിടെയാണെങ്കിൽ ആറ്റുപാലും. എങ്ങനെയാണ് ഈ പൂജാരി എന്നുള്ള ഒരു പദവിയിൽ നിൽക്കുമ്പോൾ ഈ ക്രിയേറ്റീവായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? വരയ്ക്കും, അതുപോലെ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. മെയിനായിട്ട് എന്തെങ്കിലുമൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കാതിരിക്കും, അല്ലെങ്കിൽ മെയിൻലി വരയ്ക്കും, നല്ലപോലെ വരയ്ക്കുമായിരുന്നു. ഇപ്പം എനിക്ക് അമ്പലത്തിൽ നിന്ന് റൂമിനകത്ത് ഇപ്പം സ്ഥലമില്ല വരച്ച് ഞാനിപ്പോൾ ഞാനുള്ള എല്ലാ ദൈവങ്ങളും അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ആൾക്കാരെ കാണാൻ ഇൻട്രസ്റ്റ്, വരയ്ക്കാനാണ് കാണുന്നത്. ഇത് ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ? അല്ല, വരയ്ക്കുന്ന മൊത്തം ഇതിലാണ്, നമ്മളെ ചുമര വരയ്ക്കുന്നത്. ഈ അമ്പലത്തിലൊക്കെ വരയ്ക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്? അമ്പലത്തിന് ഉള്ളിൽ വരച്ചിട്ടുണ്ടോ? അമ്പലത്തിലുള്ളിലാണ് ആദ്യം വരച്ചു തുടങ്ങിയത്. അത് വരച്ചപ്പോഴാണ് കുറേ പേര് പറഞ്ഞത്, പോയിട്ട് അല്ലെങ്കിൽ ചേട്ടാ നാളെ വേറൊന്ന് വരയ്ക്കുമോ, ഗണപതിയെ വരയ്ക്കുമോ, ശിവനെ വരയ്ക്കുമോ. അപ്പം ഞാൻ നല്ല ഇപ്പം അന്ന് വരച്ച് ഇത്രേ ഉള്ളൂ, ചെറിയൊരു എമൗണ്ട് ഇത്രേ ഉള്ളായിരുന്നു. വരച്ചപ്പോൾ എൻ്റെ ഹൈറ്റുള്ള വരായി. ഇപ്പോൾ അത് സമയം പോകുമോ സാധനം. അപ്പം അത് പ്രശ്നം വല്ലതും ഉണ്ടാവും? ഇല്ല, അവിടുത്തെ കമ്മിറ്റിക്കാർ ഭയങ്കര ഇഷ്ടമാണ്. അവർ പറഞ്ഞ് പോയിട്ടൊരു കാര്യം ചെയ്യും, നാളെ ഇവിടുത്തെ ഒരു പടം വരച്ച അകത്ത് വരയ്ക്കുക. കാരണം അവർക്ക് ഇഷ്ടമാണ് വരയ്ക്കാൻ. അടുത്ത് പറഞ്ഞ ഞാൻ നോക്കിയിട്ട് സമയം കിട്ടുക വരയ്ക്കാൻ. ഈ യൂട്യൂബിൽ ക്രാഫ്റ്റ് വീഡിയോസ് ഒരുപാട് കാണും. DIY എന്തോ DIY ആ സംഭവം കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഈ ചിരട്ട, അതേപോലെ എന്തെങ്കിലും നമ്മളെ കയ്യിലുള്ള സാധനം വേസ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ അത് വെച്ച് അതിൽ ക്രാഫ്റ്റ് കണ്ടുപിടിക്കാന്നൊരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ്. അങ്ങനെ ചിന്തിച്ച് പോകും. ഇപ്പം ഇവിടെ വെച്ച് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. നേരത്തെ നിന്ന പത്തനംതിട്ട അമ്പലത്തിലായിരുന്നെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും പണിയാണ്. കാരണം ഒരു ദിവസം ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഒരു ദിവസം ഇരുന്ന് ഉണ്ടാക്കി അവസാനം ശ്രീരാമൻ ഉണ്ടാക്കി തീർത്തു, ഒരു സിമെന്റിൽ മൊത്തം. അതേപോലെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ചുമ്മാ അടക്കം തറ കാണുമ്പം കൊള്ളാം, വരച്ച് പോയി ഒരു പടമൊക്കെ വരച്ചിട്ടൊക്കെ പോകും. അതുപോലെ കോലം വരയ്ക്കും. കോലം വരയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇതൊക്കെ എല്ലാം വരച്ച് പഠിച്ചാണ്. ഈ വരച്ചതിൻ്റെ ഐഡിയ വെച്ചാൽ കോലം വരയ്ക്കണത്. കോലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു വാക്കാണ്, ഒരു പൊടിയാണ്, നമ്മളൊരു കോലപ്പൊടി എന്നുണ്ട്. ഈ പൊടി ഈ കൈ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഞെരുക്കി വര കണക്ക് കൊണ്ടുപോകും, വരച്ച് വിട്ടു. ഇങ്ങനെ വരച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അത് പഠിച്ച്
അതേപോലെ ഒത്തിരി ക്രിയേറ്റീവ് ആവാൻ പറ്റിയൊരു ഇതാണല്ലേ. ഒരുപാട് ഐഡിയാസ് ഉണ്ട് ഇതിനകത്ത്. അതേപോലെ ഇതിൽ മാത്രം ഒതുങ്ങി കൂടി നിൽക്കാൻ എനിക്ക് ഇഷ്ടമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഈ മുഴുക്കാപ്പും അതിലും ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ ആ വരയ്ക്കുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചാർത്താനാവട്ടെ, ഈ കോലം വരയ്ക്കാനാവട്ടെ, അല്ല ഈ ചുമരിൽ എന്ത് കാര്യമായാലും പറ്റുള്ളൂ. അതിലൊരു ആർട്ടാണല്ലേ. ആർട്ടാണ്. ചെയ്ത് വരുമ്പം സെറ്റാവും. സാധാരണ നമ്മൾ അധികം ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരുടെ വിചാരം ബ്രാഹ്മിൻസ് മാത്രമേ പൂന്നുള്ളൂ. അത് വേറെ കാര്യമുണ്ട്. ഇപ്പം പണ്ടായിരുന്നു ബ്രാഹ്മിൻസ് മാത്രം ഉണ്ടായിരുന്നത്. ഇപ്പം ഹിന്ദുക്കളിൽ ഏതൊരാൾക്കും പൂജ പഠിക്കണമെന്ന് വെച്ചാൽ പഠിക്കാൻ പറ്റും. പക്ഷെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ആരും അക്സെപ്റ്റ് ചെയ്യില്ല. ഞാൻ അനുഭവിച്ച കാര്യമാണ്. പക്ഷെ ബ്രാഹ്മണല്ല അല്ലെങ്കിൽ ഈ ഫീൽഡിൽ വന്നപ്പം കുറച്ചാൾ ഞാൻ നല്ല രീതിക്ക് അനുഭവിച്ചിട്ടുണ്ട്. നീ അങ്ങനെ നടന്ന പയ്യനല്ലടാ, നീ ഇങ്ങനെ നടന്ന പയ്യനല്ലടാ, നീ അവൻ്റെ മോനല്ലടാ, നീ എന്ത് ഇങ്ങനെ നടക്കുന്നത്. പക്ഷേ നമ്മൾ വലിയ വലിയ അമ്പലങ്ങളിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് തുടങ്ങിയപ്പം ബഹുമാനമായി. ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഇന്ന് പോയില്ലേ പോറ്റി, അല്ലെങ്കിൽ ഇന്ന് പോയില്ലേ മോനെ. പണ്ട് എടാടാന്ന് വിളിച്ചപ്പോൾ ഇന്ന് പോയില്ലേ മോനെ, അല്ലെങ്കിൽ പോയില്ലേ ചേട്ടാ, അല്ലെങ്കിൽ പോയില്ലേ തിരുമേനി ചോദിച്ചു തുടങ്ങി. നമ്മൾ സാധാരണ ചന്ദന, ഞാൻ ഇപ്പൊ വന്നപ്പോൾ പോറ്റിയെ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ ഇപ്പൊ പോറ്റിയെന്ന് വിളിച്ചു ഇനി അങ്ങനെ ആയിപ്പോ പോറ്റി ആയിപ്പോ. നമ്മൾ നോർമലായിട്ട് ചന്ദനം ഇങ്ങനെ വരച്ചാണ്, പോറ്റി എന്നാൽ ഇങ്ങനെ ഒരു ഡിസൈനിൽ നമ്മൾ അത് ഭംഗിക്ക് തെച്ചാൽ ആൾക്കാർ തുടങ്ങുന്നതാ. ആചാര്യപരമായിട്ടുള്ള ഒരു പൊട്ടുണ്ട്, അത് ഭസ്മ മാത്രമേ ഉള്ളൂ. 3 കുറി, ശിവന്റെ 3 കുറി ആയിട്ടില്ലേ, അതേപോലെ 3 കുറി. ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മനസ്സിലായി കാണുമല്ലോ സാധാരണ ഒരാൾക്ക് ഒത്തിരി. ഇത് ഇങ്ങനെ ഈ കുറി ഇടുന്ന രീതി എങ്ങനെയാണ്, അല്ലെ ഇങ്ങനെ ഇടാവോ, ഇത് എന്ത് കുറിയാണ് ഇങ്ങനെ. ഇതൊക്കെ ഒരു കണ്ടന്റ് ആയിട്ട് നമുക്ക് എപ്പോഴെങ്കിലും കാണാം. ഞാൻ അത് വരുന്നുണ്ട്. കാരണം ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട്, ഒരു നല്ലൊരു ചന്ദനം വരുന്നുണ്ട്. ഞാനത് എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് പുള്ളിക്കാരൻ മെസ്സേജ് അയച്ചപ്പോൾ പുള്ളി എനിക്ക് ഫ്രീ ആയിട്ട് അയച്ചത് പ്രൊമോഷൻ ചെയ്തൊരു ജ്യൂസ് സാധനം. ഞാൻ പൈസ കൊടുത്ത് മേടിയെന്ന് വിചാരിച്ചു. മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞ് വേണ്ട, ഞാൻ അയച്ചു തരാം ബ്രോ, എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് തരുമെന്ന് വെച്ചാൽ ഓക്കെ. ഒരു ചന്ദനമായി, അത് വീഡിയോ ആയി. അപ്പോൾ അതിന് ഫോളോ അപ്പ് ചെയ്ത് പറഞ്ഞു പോകും. എന്തായാലും പറഞ്ഞു തരണം എങ്ങനെ ഇടണം. ഓക്കെ ഭംഗിക്ക് തൊടാനുള്ള രീതിയൊക്കെ പറഞ്ഞു തരാം. നമ്മുടെ ലൈറ്റ് ടോക്കീസിൽ വന്നതിലും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഒരുപാട് നേരം നമ്മൾ സംസാരിച്ച് പോറ്റിയായിട്ട് ഒത്തിരി സംശയങ്ങളുണ്ട്, അതൊക്കെ റിയൽ ആയിട്ട് വരുന്നതായിരിക്കും. ചെറിയ സമയത്ത് വലിയ സംസാരമായി. ചെറിയ സമയം ഒന്നും പറഞ്ഞു, പക്ഷെ നമുക്ക് ഒരുപാട് സമയം പോയിട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് നിതിൻ പോറ്റിയായിരുന്നു. അപ്പോൾ നമ്മുടെ നൈറ്റ് ടോക്കീസിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും ഒരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ. ബൈ.